നമസ്കാരം സുഹൃത്തുക്കളെ. ടെറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ള മുറിവുകൾ ഉണക്കുവാൻ വേണ്ടി ഈ വ്യക്തി സ്വയം നിങ്ങളിലേക്ക് മുൻകൈ എടുത്തു വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ നന്മകൾ കൊണ്ട് മാത്രമാണ്. നിങ്ങൾ നന്മ നിറഞ്ഞവരാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ഒരുപാട് നന്മകൾ നേരുവാനും നിങ്ങളുടെ നന്മകൾ നിങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് അനുഭവിക്കാനുമാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഓരോ നന്മകളും ഈ വ്യക്തിക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. നിങ്ങൾ മറ്റാരുടെയും സ്വന്തമാകുന്നത് ഈ വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുവാനോ മറ്റുള്ളവരെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനോ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊടുവിൽ നിങ്ങളോട് ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം കൂടെ ചേരുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കത് നല്ല രീതിയിൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണോ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്, ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. നന്മയേത്, തിന്മയേത്, നല്ലവരേത്, ചീത്തയായ വ്യക്തികൾ ഏത് എന്ന് തിരിച്ചറിയാനാകാതെ ആകെ ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പവിത്രത ഈ വ്യക്തി തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ പവിത്രത ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ മുറിവുകൾ ഉണക്കുവാൻ വേണ്ടി ഈ വ്യക്തി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തി നിങ്ങളോട് ക്ഷമ പറയുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഈ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാനാണ് ഈ വ്യക്തി ആവശ്യപ്പെടുന്നത്. നിങ്ങളില്ലാതെ എങ്ങനെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോവുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ചോദ്യചിഹ്നമാണ് മനസ്സിലേക്ക് ഉയർന്നു വന്നത്. ആ ചോദ്യചിഹ്നത്തിന് മുന്നിൽ ഈ വ്യക്തി വല്ലാതെ വിഷമിച്ചു പോയിരിക്കുന്നു, ഒറ്റപ്പെട്ടു മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയെ ഒരു തവണയും കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ അപേക്ഷ, നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം ഈ വ്യക്തി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചുള്ളതായിരിക്കാം. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മര്യാദയ്ക്ക് ഓർഡറാക്കി വെക്കുന്നതായിട്ട്, അതായത് ക്രമേണ ശരിയാക്കി വെക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയ ജീവിതം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേർക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഓരോ മുറിവുകളും നിഷ്പ്രയാസം ഉണക്കിയിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഹീല് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഈ വ്യക്തിയെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് വ്യക്തമാണ്. അതിനാൽ തന്നെ ഇവിടെ എല്ലാവിധ സമ്പാദ്യങ്ങളും സമ്പാദിച്ചുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിങ്ങളെ ഈ വ്യക്തി വളരെയധികം ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഈ വ്യക്തി നിങ്ങളെ വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നു. അങ്ങനെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് തരണം ചെയ്ത് വിജയത്തിൽ എത്തിച്ചേർന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരവസ്ഥയെയും തരണം ചെയ്യുവാനും അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ആ ഒരു അവസ്ഥയെ കീഴ്പ്പെടുത്താനുമുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നിരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പവിത്രത നഷ്ടപ്പെടുത്താതെ അത് എങ്ങനെയെങ്കിലും സംരക്ഷിച്ചുകൊണ്ട് മുന്നേറുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധം എപ്പോഴൊക്കെയോ കളങ്കപ്പെട്ടു പോയിരിക്കുന്നു. കളങ്കപ്പെടുക എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ സംശയിക്കുക, നിങ്ങളിലെ സ്നേഹത്തിനെ ചോദ്യം ചെയ്യുക, നിങ്ങളുടെ സത്യസന്ധത സത്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കുക എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളോട് ചെയ്തതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷെ അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി അത് ചെയ്തു പോയിട്ടുള്ളത്. മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഉദ്ദേശങ്ങൾ പലതുമായിരുന്നു. നിങ്ങൾ ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള കാര്യത്തിൽ വരെ ഈ വ്യക്തി സംശയം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലാക്കുവാൻ ഏറെ സമയമെടുത്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിങ്ങളുടെ സത്യസന്ധത പലപ്പോഴും ഈ വ്യക്തി കാണാൻ ഇടയാക്കിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. നിങ്ങളില്ലാതെ മുന്നോട്ടിനി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസും പറയുന്നത് റീകൺസിഡർ ചെയ്യുവാനാണ്. ഈ വ്യക്തി ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ക്ഷമ കൊടുത്ത് സ്വീകരിക്കുവാനാണ് ഏഞ്ചൽസ്, അതായത് മാലാഖമാർ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ നിങ്ങളെ സന്തോഷത്തിലാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ അത്രമാത്രം വിഷമത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളിലെ പവിത്രത നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലേക്ക് മറ്റാരെയും കൊണ്ടുവരാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ മറ്റാരുടെയോ ആകുന്നതോ മറ്റാരെങ്കിലും നിങ്ങളെ സ്വന്തമാക്കുന്നതോ ഈ വ്യക്തിക്ക് അത് അംഗീകരിക്കാൻ പോലും സാധിക്കുകയില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളിൽ വന്നിരിക്കുന്ന പരിപൂർണമായിട്ടുള്ള മാറ്റം തന്നെയാണ് ഏറ്റവും പോസിറ്റീവായി തന്നെ ഈ വ്യക്തി തോന്നുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി കാണുന്നത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ മാറ്റി നിർത്തിയത് തെറ്റായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെ മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഈ വ്യക്തി ചിന്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയുന്നു. ഈ വ്യക്തിയുടെ മനസ്സിലെ വിഷമങ്ങൾ ആരോടാണ് ഒന്ന് തുറന്നു പറയുക, തുറന്നു പറയാൻ സാധിക്കുക, മനസ്സ് തുറക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചോർത്ത് ഈ വ്യക്തി എപ്പോഴും വിഷമത്തിലാണ്. അതുകൊണ്ട് നിങ്ങളോട് മനസ്സ് തുറക്കാൻ തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് മനസ്സ് തുറക്കുമ്പോൾ മാത്രമാണ് പോസിറ്റീവ് എനർജി ഈ വ്യക്തിക്ക് രൂപപ്പെടുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവായ വ്യക്തി എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ള മുറിവുകൾ എങ്ങനെയെങ്കിലും ഉണക്കി അവിടെ സുഖപ്പെടുത്തണമെന്നും വൃത്തിയായി ഈ പ്രണയബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ വ്യക്തി ചിന്തിച്ചിരിക്കുകയാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.